ശ്ലോകം 9. അഭ്യാഗതാഭിരഭിതോ വ്രജസുന്ദരീഭിർ മുഗ്ധസ്മിതാർദ്രവദന കരുണാവലോകി. അഭ്യാഗതകളായി വേഗത്തിൽ തൻ്റെ അടുത്തേക്ക് വന്നവർ. അഭ്യാഗത, അഭിമുഖം നമ്മൾ പറയില്ലേ, നേരിട്ടുള്ള സംഭാഷണമാണ്. അങ്ങനെ കൃഷ്ണൻ്റെ അടുത്തേക്ക് എത്തിയവർ. അഭ്യാഗതാഭി, അഭിത, ചുറ്റും, തൻ്റെ ചുറ്റും ആരാ വന്ന്? വ്രജസുന്ദരീഭി, ആ വ്രജത്തിലെ ഗോപികമാർ എല്ലാവരും എത്തി. മുഗ്ധ സ്മിതാർദ്രവദനഃ, മനോഹരമായ സ്മിതം, പുഞ്ചിരി, മന്ദസ്മിതം, പുഞ്ചിരി. ആ പുഞ്ചിരി കൊണ്ട് ആർദ്രമായ വദനം, സ്നേഹം നിറഞ്ഞ ആ പുഞ്ചിരി, ആ മനസ്സ് മുഴുവൻ തുറന്നുകൊണ്ട് ആ ഭഗവാൻ അവരെ കണ്ടപ്പോൾ പുഞ്ചിരിച്ചു. കരുണാവലോകി, ഭഗവാന്റെ കണ്ണുകളിൽ അവരോടുള്ള കാരുണ്യം വ്യക്തമായിട്ട് പ്രകാശിച്ചു. കരുണാവലോകി, കരുണയോടുകൂടി അവരെ അവലോകനം ചെയ്യുന്നു. നിസ്സീമകാന്തി ജലതി, കാന്തി, എന്തെന്നില്ലാത്തതായ സൗന്ദര്യം, കാന്തി. നിസ്സീമം, സീമയില്ലാത്ത, അതിരില്ലാത്ത, വർണ്ണിക്കാൻ സാധിക്കാത്തതായ കാന്തിക്ക് ജലധി, സാഗരം, അർണവം. ആ ഭഗവാന്റെ സൗന്ദര്യം എത്രയാണെന്ന് ആർക്കും വർണ്ണിക്കാൻ സാധ്യമല്ല. അങ്ങനെയുള്ള ത്വം, അങ്ങ് അവേക്ഷ്യമാണഃ. അതെ, എല്ലാവരും വന്ന ഗോപികളെല്ലാവരും ഭഗവാനിങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കണു. ഭഗവാന്റെ ആ മനോഹാരിത, ഓരോ അവയവവും മനോഹരം, ഓരോ അവയവവും മനോഹരം. നാരായണത്തിൽ പല സ്ഥലത്ത്, 2-3 സ്ഥലത്ത് ആ അവയവങ്ങളുടെ കാന്തി, കേശാദിപാദം വർണ്ണിച്ചിട്ടുണ്ട്. നിസ്സീമകാന്തി ജലധിസ്ത്വം അവേക്ഷ്യമാണഃ, അവരാൽ നോക്കപ്പെട്ട്. വിശ്വൈകഹൃദ്യ, വിശ്വത്തിന് മുഴുവൻ ഹൃദ്യനായിട്ടുള്ളവനെ, ഏകഹൃദ്യ, ഒരേ ഒരാളേ ഉള്ളൂ, രണ്ടാമതൊരാളില്ല. വിശ്വത്തിന് മുഴുവൻ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നവൻ ആണ്. തൻ്റെ മനോഹാരിത കൊണ്ട് ഉള്ള ഹേ ഭഗവൻ, ഹേ പരമേശ്വര. അനേകം ഈശ്വരന്മാരുണ്ട്, അതിൽ ശ്രേഷ്ഠനായ ഈശ്വര. ഹരമേ രോഗാൻ, മേ രോഗാൻ ഹര. എൻ്റെ രോഗങ്ങളെ നിശേഷം ഹരിച്ചാലും നശിപ്പിച്ചാലും എന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടിയാണ് അവസാനിച്ചിരിക്കുന്നത്. ഈ ദശകത്തിൽ മാത്രം 9 ശ്ലോകങ്ങളാണ്. ബാക്കിയെല്ലാം 10 അതിൽ കൂടുതലുമാണ്. ഇതിൽ മാത്രം. എന്തുകൊണ്ട്? ആ ഭഗവാനിലേക്കാണ് ഇവരെല്ലാവരും പോയത്. എല്ലാവരും ഐക്യം പ്രാപിക്കുകയാണ്, സകലരും ഐക്യം പ്രാപിക്കുകയാണ്. ഐക്യം പ്രാപിച്ചാൽ പിന്നെന്താണ്? വേറെ ഒന്നുമില്ല. അതുകൊണ്ടാവാം 9 ശ്ലോകങ്ങൾ കൊണ്ട് ദശകം അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ആ മുഗ്ധസ്മിതാർദ്രവദനം, ആ പുഞ്ചിരി തൂകുന്ന ആ മുഖം എപ്പോഴും നമ്മൾ മനസ്സിലങ്ങനെ കുറിച്ച് വയ്ക്കണം, മനസ്സിലങ്ങനെ തെളിഞ്ഞ് പ്രകാശിക്കണം. ആ ഭഗവാന്റെ നോട്ടം കരുണാവലോകി, കാരുണ്യം വഴിഞ്ഞൊഴുകുന്നതാണ് ആ നോട്ടം. നിസ്സീമകാന്തി ജലധി, ആ കാന്തി എത്രയാണ് എന്ന് പറയാൻ സാധ്യമല്ല. അതൊരു സമുദ്രം പോലെ അതിർത്തിയില്ലാതെ, നിസ്സീമ, അതിർത്തിയില്ലാതെ അതങ്ങനെ എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ട്
നിസീമകാന്തി ജലതി അങ്ങനെയുള്ള അങ്ങ് ഈ ഗോപിമാരാൽ നോക്കപ്പെട്ട് അപേക്ഷമാണ്. വിശ്വത്തിന് മുഴുവൻ ഹൃദയനായിരിക്കുന്ന, മനോഹരനായിരിക്കുന്ന, ഹൃദയത്തിനെ ശാന്തമാക്കുന്ന ഹേ ഭഗവൻ, അങ്ങ് എൻ്റെ രോഗങ്ങളെയും നശിപ്പിക്കണേ. പരമേശാന്നും പവനേശാന്നും രണ്ട് പാഠഭേദങ്ങളുണ്ട്. പവനേശാവുമ്പോൾ കുറച്ച് വ്യക്തമാണ്. പവനാൽ നിർമ്മിക്കപ്പെട്ട പുരത്തിൻ്റെ ഈശൻ. അതുപോലെ നമ്മുടെ അത് സ്ഥൂലാർത്ഥം. സൂക്ഷ്മാർത്ഥം പവനൻ നമ്മുടെ ഉള്ളിലുള്ള പ്രാണൻ, പ്രാണൻ്റെ പുരത്തിൻ്റെ ഈശനായിരിക്കുന്നവൻ. അത് നമ്മൾ ചേർത്തോളണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.